സെയിൽസ് ഇല്ലായ്മയാണ് ഇന്ന് ഒട്ടുമിക്ക കമ്പനികളുടെയും പ്രധാന പ്രശ്നം. ചുരുക്കം ചില മൾട്ടിനാഷണൽ കമ്പനികളും കോർപ്പറേറ്റ് കമ്പനികളും ഒഴിച്ചാൽ ഒട്ടുമിക്ക ചെറുകിട സ്റ്റാർട്ടപ്പുകളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. 1% താഴെ മാത്രമാണ് ചെറുകിട സ്റ്റാർട്ടപ്പുകളുടെ വിജയം എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെയിൽസ് ഇല്ലായ്മയാണ് ഇവിടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എടുത്തു പറയുന്നത്. ഈ പ്രശ്നത്തിന് എങ്ങനെയൊക്കെ പരിഹാരം കാണാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു മെഗാ പരമ്പരയാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത്. പ്രമുഖ എഴുത്തുകാരനും ക്ലോവേഴ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും സെയിൽസ് ട്രെയിനറുമായ ഡോക്ടർ സജു മാത്യു ആണ് സെയിൽസും അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും നമുക്ക് ഇന്ന് മറുപടി പറയാൻ പോകുന്നത്. അനവധി പുസ്തകങ്ങളുടെ രചയിതാവായ അദ്ദേഹത്തിന്റെ പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസ് എന്ന മോട്ടിവേഷണൽ ബുക്ക് ഫ്രഞ്ച്, സ്പാനിഷ് തുടങ്ങി 7 ഭാഷകളിൽ ഇന്ത്യയിലും വിദേശത്തും ഇന്ന് ലഭ്യമാണ്. ഈ ഒരു പോഡ്കാസ്റ്റിംഗ് പരമ്പരയിലേക്ക് ഡോക്ടർ സജു മാത്യുവിനെ സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെയിൽസ് ഇല്ലായ്മ ഇന്ന് ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും പ്രധാന പ്രശ്നമാണ്. പലരും പറയുന്നത് തങ്ങൾ എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ലെന്നാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. നമ്മളുടെ ഒട്ടുമിക്ക സംരംഭകരും സെയിൽസ് പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവരും കരുതുന്നത് ഈ സെയിൽസ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ ആർക്കും ചെയ്യാവുന്ന ഒരു ജോലിയാണെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മറ്റേതൊരു തൊഴിലിനേക്കായും വരുമാനം സിദ്ധിക്കാവുന്ന ഒരു പ്രൊഫഷനാണല്ലോ സെയിൽസ് പ്രൊഫഷൻ. അപ്പോൾ അതിനെ വളരെ സൂക്ഷ്മമായി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ബേസിക്കലി ഈ സെയിൽസിനെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടും ഹിപ്നോട്ടിക് ആയിട്ടും അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. സെയിൽസിന് 2 അപ്രോച്ചാണുള്ളത്. ഒന്നൊരു സയൻറ്റിഫിക് അപ്രോച്ച് ഉണ്ടാവണം, പിന്നെ ഒരു ഹിപ്നോട്ടിക് അപ്രോച്ച് ഉണ്ടാവണം. ഈ 2 അപ്രോച്ചുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽസ് സക്സസ്ഫുൾ ആവുന്നുള്ളൂ. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി 95% ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇതാർക്കും കയറി ചെയ്യാവുന്നൊരു തൊഴിലാണ് സെയിൽസ്. അതുകൊണ്ടാണ് സെയിൽസ് പരാജയപ്പെടുന്നത്. പ്രധാനമായും സെയിൽസിൽ 5 ഘടകങ്ങൾ അതിൻ്റെ സക്സസിനെ ബാധിക്കും. അതായത് സെയിൽസിൻ്റെ വിജയം 5 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സാർ പറഞ്ഞതുപോലെ സെയിൽസിന്റെ സക്സസിനെ സ്വാധീനിക്കുന്ന ആ ഒരു 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. സെയിൽസിൻ്റെ സക്സസിനെ ബാധിക്കുന്ന 5 ഘടകങ്ങളെന്ന് ചോദിച്ചാൽ, 1 നമ്മുടെ വിശ്വാസങ്ങൾ. 2 ഒരു കമ്പനി സെയിൽസ് മാനേജ്മെൻറ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് 2ാമത്തെ ഘടകമാണ്. 3ാമത്തത് എത്ര എഫക്റ്റീവാണ് അവരുടെ സെയിൽസ് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. 4ാമത്തെ ഘടകം ആളുകളുടെ കോമ്പിറ്റൻസ്, അവരെത്രമാത്രം സ്കിൽഡ് ആണ്, എത്രമാത്രം കോമ്പിറ്റൻ്റ് ആണ്. 5ാമത്തെ ഘടകം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി, അവരെത്ര കൺസിസ്റ്റൻ്റായിട്ട് സെയിൽസിനെ മോണിറ്റർ ചെയ്യുകയും സെയിൽസിന് ആവശ്യമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അവരുടെ സെയിൽസ് സക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ അഥവാ നമ്മുടെ ബിലീഫ്സ് നമ്മുടെ സെയിൽസിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അതായത് നമ്മളൊക്കെ തന്നെ വിശ്വാസത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസമാകാം, മതത്തിലുള്ള വിശ്വാസമാകാം, അങ്ങനെ നമ്മളൊക്കെ തന്നെ വിശ്വാസത്തിന്റെ ഉൽപ്പന്നമാണ്. ഈ വിശ്വാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഹ്യൂമൻ മൈൻഡിന് 3 തലങ്ങളാവുക. ഒന്ന് നമ്മുടെ കോൺഷ്യസ് ലെവൽ, അത് 10% മാത്രമാണ് നമ്മുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഇനി സബ് കോൺഷ്യസ് ലെവലിലാവുമ്പോൾ അത് 30% നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ ആക്ഷനെയൊക്കെ സ്വാധീനിക്കും. അപ്പം 30 + 10 40% ആയി. എന്നാൽ 60% നമ്മുടെ ജീവിതത്തിലെ ആക്ഷൻസ് എല്ലാം തന്നെ നിയന്ത്രിക്കുന്നതും സ്വാധീനിക്കപ്പെടുന്നതും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനാലാണ്. അപ്പം ഞാനത് പറയാൻ കാരണം, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഈ തോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പല സംഗതികളും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനത്തിലും 60% സ്വാധീനിക്കും. അപ്പം ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള തെറ്റായ ചിന്താഗതികളെ നമ്മൾ ക്ലിയർ ചെയ്യാത്തിടത്തോളം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇത് സെയിൽസിന് മാത്രമല്ല, മറ്റുള്ള ജീവിതത്തിൽ നിത്യജീവിതത്തിലെ എല്ലാ സംഗതികളിലും ഈ 60% നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഇത് റിഫ്ലക്ട് ചെയ്യും. അതായത് നമ്മുടെ മനസ്സ്, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മള് വിശ്വാസം കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തോടെ മലയോട് തന്നെ മൂവ് ചെയ്യാൻ പറഞ്ഞ മല മൂവ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ വിശ്വാസം കൊണ്ട് ക്യാൻസർ സ്വയം ട്രീറ്റ് ചെയ്യുന്ന സംഗതികൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളെല്ലാം വിശ്വാസത്തിന്റെ പ്രോഡക്റ്റ്. ഞാനിപ്പം ലിജയ്ക്ക് ഒരു എക്സസൈസ് കാണിച്ചു തരാം. അതായത് ലിജയുടെ കൈ ഒന്ന് മെഷർ ചെയ്ത് നോക്കൂ. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ 2 ആളുടെയും കൈ ഒരേ, നമ്മുടെ രണ്ട് കൈകളും ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാനെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല്, ഞാൻ ലിജയോട് പറയാൻ പോകുന്നത്, ലിജ വിശ്വസിക്കണം, ലിജയുടെ റൈറ്റ് ഹാൻഡ് വളരുന്നതായിട്ട് വിശ്വസിക്കുക. വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഇത് തന്നെ ഫോളോ ചെയ്തോളൂ. കൈ ഇങ്ങനെ മെഷർ ചെയ്തു, ഈക്വൽ ആണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിൽ വെക്കും,
ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിൽ വെക്കുക, റൈറ്റ് ഹാൻഡ് സെന്ററിലേക്ക് നോക്കിയാട്ടെ. എന്നിട്ട് മനസ്സിൽ വിശ്വസിക്കുക, മൈ പാം ഈസ് ഗ്രോയിങ്. എന്റെ കൈ വളരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് വീണ്ടും വീണ്ടും മനസ്സിൽ ചിന്തിക്കുക, മൈ പാം ഈസ് ഗ്രോയിങ്, 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 ഇറ്റ് ഈസ് ഗ്രോയിങ് നൗ, ഇറ്റ് ഈസ് ഗ്രോയിങ്, മൈ പാം ഈസ് ഗ്രോയിങ്, മൈ പാം ഈസ് ഗ്രോയിങ്, ഇറ്റ് ഈസ് ഗ്രോയിങ് നൗ, ഇറ്റ് ഈസ് ഗ്രോയിങ് നൗ. യു പ്ലീസ് റീമെഷർ യുവർ പാം. അളന്നു നോക്കുക. ഫാന്റാസ്റ്റിക്. സീ ദ ഡിഫറൻസ്. കേട്ടില്ലേ? സംഭവിച്ചു. തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു, നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതിൽ മാജിക് ഒന്നുമില്ല. സി, കൈ വളർന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ അഥവാ നമ്മുടെ ബിലീഫ്സ് നമ്മുടെ സെയിൽസിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഒന്ന് വിശദീകരിക്കാമോ? സെയിൽസിൽ സക്സസ്ഫുൾ ആവുന്നതിന് നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളെ നാം മാറ്റേണ്ടതുണ്ട്. തെറ്റായ വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ സാർ? ഒട്ടനവധി തെറ്റായ വിശ്വാസങ്ങളുണ്ട്. ഒന്നാമത്തേത് മണിയെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ വിശ്വാസം. ഇത് എവിടെയും ഞാൻ എടുത്തു പറയുന്നൊരു സംഗതിയാണ്. നമുക്കെല്ലാം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ മണിയെക്കുറിച്ച് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് തെറ്റായ അവബോധമാണ് ലഭിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, മണി ഈസ് ദ കോസ് ഓഫ് ഓൾ ഈവിൾ. അതായത് പണമാണ് എല്ലാ തിന്മയുടെയും ഉറവിടം, പണക്കാരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ്, സമ്പന്നരാവണമെങ്കിൽ പാവങ്ങളെ ചൂഷണം ചെയ്യണം, ടാക്സ് വെട്ടിക്കുന്നവരാണ്, അല്ലെ കോടീശ്വരന്മാരെല്ലാം ടാക്സ് വെട്ടിക്കുന്നവരാണ്, പണക്കാർ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടവരാണ്, അവർ ബൂർഷകളാണ് എന്നൊക്കെ മതങ്ങളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മുത്തശ്ശി കഥകളിലൂടെ ഒക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തെറ്റായ വികാരങ്ങൾ, അതിനെക്കുറിച്ചുള്ള തെറ്റായ വിചാരങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുതിർന്നു വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു അൺകോൺഷ്യസ് മൈൻഡ് 60%. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ പണത്തെക്കുറിച്ചുള്ള തെറ്റായ അവബോധം കിടക്കുമ്പം പണം സമ്പാദിക്കുന്നതിന് പകരം പണത്തെ വെറുക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാഹ്യമായിട്ട് പണത്തെ സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോഴും കോൺഷ്യസ് ലെവലിൽ സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ അൺകോൺഷ്യസ് ലെവലിൽ 60% നമ്മുടെ ഉള്ളിൽ പറയുകയാണ്, ഇത് ശത്രുവാണ്, ഇത് അപകടകാരിയാണ്, ഇതിൻ്റെ അടുത്ത് നീ ദൂരെ നിൽക്കണം. അപ്പോൾ എന്ത് പറ്റും? പണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ നോക്കും. ഇപ്പോൾ അതിൽ മറ്റ് പാർട്ടികളെയൊന്നും ഞാൻ കുറ്റം പറയുകയല്ല. നമ്മുടെ കേരളത്തെ ആക്ച്വലി നമുക്ക് ഒരുതരം പോവർട്ടി അഡിക്ഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ദാരിദ്ര്യമാണ്, അത് മതങ്ങളും അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ബൈബിൾ പോലും പറയുന്നുണ്ട്. ബൈബിളിലൊക്കെ നമുക്ക് കാണുന്നത് ലാസർ സ്വർഗത്തിൽ പോയ കഥയാണ് പറയുന്നത്. അതായത് ധനവാൻ സ്വർഗത്തിൽ പോകുന്നതും ഒട്ടകം സൂചിമുനകളിലൂടെ കടന്നു പോകുന്നതൊക്കെ കമ്പയർ ചെയ്യുന്നിടത്ത് പറയുന്നത് ഒട്ടകം സൂചിക്കുഴികളിലൂടെ കടക്കുന്നത് വളരെ എളുപ്പമാണ്, ധനവാൻ അത്ര പോലും എളുപ്പമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താണ് അയാൾ വിചാരിക്കുന്നത്? പണക്കാരനായി കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൺകോൺഷ്യസ് ലെവലിൽ നമ്മൾ ചിന്തിക്കും, പണക്കാരനാവേണ്ട, ദരിദ്രനായിരുന്നാൽ എനിക്ക് സ്വർഗത്തേക്ക് പോകാം എന്നൊരു ചിന്ത. അതുപോലെ തന്നെ പാർട്ടികൾ നമ്മളോട് പറയുന്നു, ഈ പണക്കാരെല്ലാം ബൂർഷകളാണ് അല്ലെങ്കിൽ അവരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണെന്ന് പറയുമ്പോഴും അവർ ചിന്തിക്കുന്നില്ല, ഇത് മനുഷ്യൻ്റെ മനസ്സിൽ കുത്തിവെച്ചൊരു വിഷമാണത്. സത്യത്തിൽ പണം ഉള്ളതുകൊണ്ടാണ് അവർ തന്നെ നിലനിൽക്കുന്നത്. ഈ സഭകൾ, ഈ മതങ്ങൾ, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിലനിൽക്കുന്നത് പണം കൊണ്ടാണ്. മാത്രമല്ല, ഈ ലോകത്തുണ്ട എല്ലാ നേട്ടങ്ങളും ദരിദ്രരെ കൊണ്ടല്ല ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ സത്യം മറക്കാൻ പാടില്ല. ദരിദ്രരെ കൊണ്ടല്ല ഈ ലോകത്ത് നേട്ടങ്ങളുണ്ടായിട്ടുള്ളത്. ഈ ലോകത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ധനവാന്മാരെ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ ലോകത്തിൽ ഏറ്റവും അധികം ടാക്സ് കൊടുക്കുന്നത് ധനവാന്മാരാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം ചാരിറ്റി നടത്തുന്നത് ധനവാന്മാരാണ്. അപ്പോൾ നമ്മൾ അമേരിക്കൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രീസിനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പണത്തെ ഇത്രമാത്രം വെറുക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരളത്തിൽ, ഈ നമ്മുടെ എല്ലാ രക്തത്തിൽ, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മലയാളികളുടെ രക്തത്തിൽ ഈ ഒരു വിഷം വളരെ ആഴത്തിലിറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കേരളം താഴ്ന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഇതാണ്. ഇത് തന്നെയാണ് ഇതുപോലുള്ള ഐഡിയോളജി ഫോളോ ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഞാനിതിനെ സൈക്കോളജിക്കലായിട്ട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഒരു പോവർട്ടി അഡിക്ഷൻ കേരളത്തിലുണ്ട്. ഇതിനെതിരെ ശാസ്ത്രീയമായ ഒരു ഹിപ്നോട്ടിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആളുകൾ സാമ്പത്തിക അവസ്ഥയിലേക്ക് വരത്തുള്ളൂ. സമ്പത്ത് ഒരിക്കലും തെറ്റല്ല. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ അവബോധം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. പണം ഒരിക്കലും എല്ലാ തിന്മയുടെ ഉറവിടമല്ല. അതുപോലെ തന്നെ പണം മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതല്ല, പണം മറ്റുള്ളവരെ സഹായിക്കാനുള്ളതാണ്. പണം തിന്മയുടെ ഉറവിടമല്ല. അത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണത്. അതിനങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് പണം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം സംഭവിക്കത്തുള്ളൂ. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസമുണ്ടോ സെയിൽസ് പേഴ്സൺ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു 60% സക്സസ്ഫുൾ ആണ്. കാരണം പണത്തെ നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നില്ലയോ അത് നിങ്ങളിൽ നിന്നും അകന്നു പോകും.
തീർച്ചയായും. ഞാനിപ്പം ലിജയോട് എനിക്ക് സ്നേഹത്തോടെ ഞാൻ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലിജ ഒരിക്കലും എന്നോട് ഇടപെടില്ല. അത് മറിച്ച് സ്നേഹത്തോടൊത്ത് നമ്മളിപ്പം നമ്മുടെ വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ, ഏത് രീതിയിൽ നമ്മുടെ പെറ്റ്സിനെ ആയിക്കോട്ടെ, പെറ്റ്സിനെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് നമ്മളോട് നിൽക്കുമോ? അതുപോലെ തന്നെ പണവും ഒരു എനർജിയാണ്. ആ എനർജിയെ നമ്മൾ സ്നേഹിക്കുക തന്നെ വേണം. അതിന് അടിമപ്പെടണമെന്നല്ല അതിനർത്ഥം. അപ്പോൾ ശരിയായൊരു വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽസിൽ സക്സസ് ആവുന്നുള്ളൂ. പ്രധാനമായും പണമാണ്, മണിയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം മാറ്റേണ്ടതുണ്ട്.